അങ്ങനെ അവസാനം ഇന്നും കൂടി നമുക്ക് തെരഞ്ഞെടുപ്പിന്റെ വിശേഷങ്ങൾ പറഞ്ഞു തന്നെ പോകേണ്ടിയിരിക്കുന്നു. ഇന്നലെ ഏറ്റവും കൂടുതൽ കേരളത്തിൽ കോളിളക്കമുണ്ടായ വാർത്ത എന്ന് പറയുന്നത് പാലക്കാട് നിന്നുള്ളതാണ്. പാലക്കാട് ഒരു സ്ത്രീ കാറിലിറങ്ങി, അവർ തലയിൽ തട്ടമൊക്കെ ഇട്ടുകൊണ്ട്, ഹിന്ദു സ്ത്രീയാണ്, തട്ടയൊക്കെ ഇട്ടുകൊണ്ട് മുഖം മറച്ചു വെച്ചുകൊണ്ട് വേറൊരു അമ്മയ്ക്ക് പോയി 5000 രൂപ കൊടുത്തു എന്നുള്ള വാർത്ത, അത് യൂത്ത് കോൺഗ്രസ്സുകാരും അത് വീഡിയോ പകർത്തിയെന്നും അത് പിന്നെ കള്ള വീഡിയോ ആണെന്നും യഥാർത്ഥ വീഡിയോ ആണെന്നും ആ സ്ത്രീയെ പരിചയമില്ല എന്ന് ശോഭാ സുരേന്ദ്രൻ പറയുന്നു. പിന്നെ ആ സ്ത്രീ ശോഭാ സുരേന്ദ്രനോടൊപ്പം നിൽക്കുന്ന പടങ്ങൾ പുറത്തു വരുന്നു. അങ്ങനെ ഒത്തിരി ചിത്രങ്ങൾ വരുന്നു. ഒത്തിരി നല്ല സങ്കീർണമായ കുറേ അധികം പ്രതിസന്ധി ഇന്നലെ ഒരു ദിവസം കൊണ്ടുണ്ടായി. അതിന് തൊട്ട് മുമ്പാണ് മണലൂരിൽ 2 സ്ഥലത്ത് കിറ്റ് കൊടുക്കുന്നതുമായി ബന്ധപ്പെടുത്തി സിനിമാ നടൻ ദേവന്റെ സാന്നിധ്യവും വളരെ വലിയ തോതിലാണ്. ഇതൊക്കെ തെരഞ്ഞെടുപ്പ് രംഗത്ത് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ എന്ത് മണ്ടന്മാരാണ് ഈ സ്ഥാനാർത്ഥികൾ, അല്ലെങ്കിൽ എത്ര മണ്ടയന്മാരാണ് രാഷ്ട്രീയ പാർട്ടികൾ. ഇലക്ഷന്റെ തലേ ദിവസമാണ് കൊണ്ടുവച്ച് കിറ്റ് കൊടുക്കുന്നത്. കിറ്റ് കൊടുക്കണമെങ്കിൽ നേരത്തെ പറഞ്ഞ ആളുകൾക്ക് കിറ്റൊക്കെ കൊടുത്ത് ആളുകളുടെ വോട്ടൊക്കെ വാങ്ങണം. അങ്ങനെയൊക്കെ വാങ്ങുന്നവരുണ്ട്. പണം കൊടുക്കുക, തലേ ദിവസം കൊണ്ടുപോയി പണം കൊടുക്കുക, കാറിൽ കൊണ്ടുപോയി കൊടുക്കുക, വേക്കിൽ പോണവൻ അത് കറക്റ്റായിട്ട് ഇതെടുക്കുക. ഇനി എന്തെങ്കിലും ഗൂഢാലോചനയുണ്ടോ? ഇനി ഈ സ്ത്രീ BJPയുടെ ആള് തന്നെ വിചാരിക്കുക. ആ സ്ത്രീ കൃത്യമായിട്ട് വീട്ടിൽ പോയി ഇത് കൊടുക്കുന്നു എന്ന് വളരെ കൃത്യമായി ശോഭാ സുരേന്ദ്രന്റെ മൂവ്മെന്റ് കംപ്ലീറ്റ് മോണിറ്റർ ചെയ്യുന്ന കോൺഗ്രസ്സുകാരാരാ? അപ്പോൾ ആരാണ് പാര വെച്ചത്? ആരാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പണിഞ്ഞത്? ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന്റെ കൊടുമുടി നിൽക്കുന്ന സ്ഥലമാണ് പാലക്കാട്. ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് ആരെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പണിതതാണോ? എന്തൊരു കഷ്ടമാണ് നടക്കുന്നത്. മറ്റൊരു ഗ്രൂപ്പ് രാഷ്ട്രീയ കളി തിരുവനന്തപുരത്ത് കണ്ടു. ശക്തന്റെ ഒരു വോയിസ് പുറത്തു വന്നിട്ടുണ്ട് ശിവകുമാറിനെതിരെ. ആ വോയിസിന്റെ ചലനങ്ങൾ, ശക്തന്റെ ആ വോയിസിന്റെ ചലനങ്ങൾ നാടാർ കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ അരുവിക്കരയിൽ സ്വാധീനിച്ചാൽ ശിവകുമാറിന് ബുദ്ധിമുട്ട് വരത്തില്ലേ? തിരിച്ച് ഇത് പിന്നെ അപ്പുറത്ത് സ്വാധീനിച്ചു കഴിഞ്ഞാൽ പിന്നെ ശക്തന് ബുദ്ധിമുട്ട് വരത്തില്ലേ? എത്ര പരിതാപകരമാണ് നമ്മുടെ ഇലക്ഷൻ രംഗം. അധികാരത്തിന്റെ അപ്പക്കഷ്ണം കിട്ടുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അധികാരം പിടിക്കുന്നതിന് വേണ്ടി ഏതറ്റം വരെയും പോകാം, എന്തും ചെയ്യാം എന്നുള്ള നിലയിലേക്കല്ലേ നമ്മൾ അതപ്പതിച്ച് പോകുന്നത്. വളരെ കഷ്ടമാണ്, സങ്കടകരമാണ്, വളരെ പ്രയാസമുള്ള കാര്യമാണ് ജനാധിപത്യത്തിൽ സംഭവിച്ചിരിക്കുന്നത്. ഒരു വശത്ത് കിറ്റ് കൊടുക്കുന്ന കഥ, പണം കൊടുക്കുന്ന കഥ, പണം പിടിക്കുന്ന കഥ, അതിൻ്റെ വീഡിയോ എടുക്കുന്ന കഥ, പരസ്പരം നിഷേധിക്കുന്ന കഥ, പിന്നെ AI സാന്നിധ്യം എന്ന് പറയുക. അങ്ങനെ ജഗപുകയാണ് സംഭവിച്ചിരിക്കുന്നത്. 50 വർഷമായി 10 തെരഞ്ഞെടുപ്പിന് മത്സരിച്ച സ്ത്രീയാണ്, വനിതയാണ് ശോഭാ സുരേന്ദ്രൻ. അവസാനം ഇന്നലെ ഒരു ദിവസം കൊണ്ടവർ സകല ചാനലുകളുടെയും മോശക്കാരിയായ സ്ത്രീയായി മാറിയില്ലേ? എന്താ അങ്ങനെ ശരിക്കും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പാടുണ്ടായിരുന്നോ? അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാണോ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്? അവർ പറയുന്ന അസുഖമായി കിടക്കുന്ന അമ്മയ്ക്ക് അസുഖമായി കിടക്കുന്ന അമ്മ ഇങ്ങനെയാണോ പൈസ കൊടുക്കുന്നത്? ഇങ്ങനെയാണോ ചികിത്സിക്കുന്നത്? അതൊക്കെ ഇലക്ഷൻ്റെ 3.5 മണിക്കൂർ നേരം ഇലക്ഷൻ ഉള്ളപ്പോൾ കൊണ്ടുപോയി പൈസ കൊടുത്താൽ സ്വാഭാവികമായിട്ട് അത് പിടിക്കപ്പെടില്ലേ? അത് എന്തായാലും വളരെ കഷ്ടമാണ് നമ്മുടെ ജനാധിപത്യത്തിൽ സംഭവിക്കുന്നത്. തമിഴ്നാട്ടിലും മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ നമ്മൾ നന്നായി കേട്ടിട്ടുണ്ട്. പണം കൊടുത്തും സാരി കൊടുത്തും മറ്റ് സംവിധാനങ്ങൾ, TV കൊടുത്തും ലാപ്ടോപ്പ് കൊടുത്തും കമ്പ്യൂട്ടർ കൊടുത്തും ക്യാമറ കൊടുത്തും നിലവിളക്ക് കൊടുത്തും ഒക്കെ വോട്ട് പിടിക്കുന്നത് തമിഴ്നാട്ടിലുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ നന്നായി കേട്ടിട്ടുണ്ട്, പണം കൊടുത്തൊക്കെ വോട്ട് പിടിക്കുന്നത്. പക്ഷേ കേരളത്തിൽ ഇത് അത്യപൂർവമായി കാണുന്നതാണ്. എന്നാലും അതൊക്കെ നമ്മുടെ ചില മണ്ഡലങ്ങളിൽ സംഭവിക്കുന്നു. മദ്യം കൊടുക്കുന്നു, പണം കൊടുക്കുന്നു, മറ്റ് ഡോളുകൾ വാങ്ങിച്ചു കൊടുക്കുന്നു, സാധന സാമഗ്രികൾ വാങ്ങിച്ചു കൊടുക്കുന്നു, ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കുന്നു, പലവ്യഞ്ജന കിറ്റുകൾ കൊടുക്കുന്നു. ഇങ്ങനെ പല രൂപത്തിലാണ് ഇലക്ഷൻ ക്യാമ്പയിനുകൾ പോകുന്നത്. ഇതെല്ലാം ജനാധിപത്യത്തിൽ അപകടകരമാണ്. ഓരോ വോട്ടറെ സംബന്ധിച്ചിടത്തോളം അവർക്കറിയാം ആർക്ക് വോട്ട് ചെയ്യണമെന്ന്. അവരെ പോയി അവരോട് വോട്ട് ചോദിക്കാം, വോട്ട് ചെയ്യണമെന്ന് അവരെ പ്രേരിപ്പിക്കാം, അവരെ മോട്ടിവേറ്റ് ചെയ്യാം, അവരോട് റിക്വസ്റ്റ് ചെയ്യാം, എല്ലാം ചെയ്യാം. അതിനപ്പുറം കാട്ടിക്കൂട്ടുന്ന പേക്കൂത്തുകളെല്ലാം ജനാധിപത്യത്തെ ദുർബലപ്പെടുത്തും. അത് പാലക്കാട് നിന്നായാലും തിരുവനന്തപുരത്തു നിന്നായാലും മണലൂരിൽ നിന്നായാലും ആര് ചെയ്തതായാലും അത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതല്ല. ഏതു രാഷ്ട്രീയ പാർട്ടിയുടെ ഏത് നേതാവ് ചെയ്താലും അന്തം വിട്ടാൽ പ്രതി എന്തും ചെയ്യുമെന്ന് പറഞ്ഞതുപോലെ ഒരു ഭരണത്തിൻ്റെയിലേക്ക് പോകാൻ കഴിയാത്തതോ തോറ്റു പോകുമെന്നൊക്കെ ഉള്ളൊരു ഭയം വരുമ്പോൾ പല അഭ്യാസങ്ങളും ഇതുപോലെ കാണിക്കും. ചിലതൊക്കെ ഫേക്കായിരിക്കും, ചിലതൊക്കെ സത്യസന്ധമായിരിക്കും. അങ്ങനെ പല രൂപത്തിലാണ് ഇത് വരുന്നത്. എന്തായാലും മധുരമനോഹരമായിരിക്കുന്നു കാര്യങ്ങൾ. രസകരമാണ് പാലക്കാട് നിന്ന് വരുന്ന വാർത്ത. ഒരു കാരണവശാലും ശോഭാ സുരേന്ദ്രനെ പോലെയുള്ള ഒരാൾ അങ്ങനെ ചെയ്യുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. പക്ഷേ സാഹചര്യ തെളിവുകൾ പലപ്പോഴും അവരെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നതാണ്. പല ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ പേരിൽ നല്ല കേസ് നടക്കുന്നു. ഇതെല്ലാം കാലം തെളിയിക്കട്ടെ, ശരിയേത് തെറ്റേതെന്ന്. എന്തായാലും വളരെ സംഘടിതമായ ആക്രമണവും പ്രത്യാക്രമണവും വ്യക്തിഗതാക്രമണവും ഒക്കെ നടക്കും. ഇതിനിടയിൽ PR ഏജൻസികൾ കുറച്ചുപേർ തിരുവനന്തപുരത്ത് വന്നിട്ടുണ്ടായിരുന്നു. അവർ കൊടുക്കുന്ന ഒരു വാഗ്ദാനം, ഫേസ്ബുക്കിൽ 48 മണിക്കൂർ നേരം അപ്പുറത്തെ സ്ഥാനാർത്ഥിയുടെ വ്യക്തിഗതമായ അധിക്ഷേപങ്ങൾ മാത്രം എടുത്തു കൊടുക്കാം, പക്ഷെ അതിന് പണം വേണം. അങ്ങനെ
മറ്റൊരാളിൻ്റെ വ്യക്തിഗതമായ ആക്ഷേപങ്ങൾ മാത്രം എടുത്ത് കൊടുത്തുകൊണ്ട് ഡിഫേമേഷൻ നടത്തിക്കൊണ്ട് അപവാദ പ്രചരണം നടത്തിക്കൊണ്ട് സ്ഥാനാർത്ഥിയെ മോശമാക്കുന്നതിനും ടെൻഷനിലാക്കുന്നതിനും ഇപ്പുറത്തെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി ചെയ്യുന്നതിനും വേണ്ടി പ്രതിപക്ഷ ഒന്നുകിൽ ഭരണപക്ഷം അല്ലെ പ്രതിപക്ഷം ആർക്കെങ്കിലും വേണ്ടി പണം കൊടുക്കുന്നവർ ചെയ്യുന്നതിന് വേണ്ടി പണം തന്നാൽ ചെയ്യാമെന്ന് പറയുന്ന ഏജൻസികളും കേരളത്തിൽ കറങ്ങി തിരുവനന്തപുരത്ത് വന്നിരുന്നു എന്ന് കേൾക്കുന്നു. എത്ര മ്ലേച്ഛമാണ്, അശ്ലീലമാണ് നമ്മുടെ തെരഞ്ഞെടുപ്പ് രംഗം എന്നുള്ളത് ഗൗരവമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോക്കേണ്ടതാണ്. തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു 5 ദിവസം മുമ്പ്, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പ് വരുന്നതിന് 5 ദിവസം മുമ്പ് സോഷ്യൽ മീഡിയയിൽ ഇതെല്ലാം നിരോധിക്കേണ്ടതാണ്, കൃത്യമായി നിരോധിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് വ്യക്തിഗതമായി ആക്ഷേപിക്കുന്ന ഒരു പോസ്റ്റും ഒരു സ്ഥാനാർത്ഥിയുടെയും കുടുംബത്തെക്കുറിച്ചോ പാർട്ടിയെക്കുറിച്ചോ വ്യക്തിയെക്കുറിച്ചോ പോസ്റ്റ് ചെയ്യരുത് എന്നുള്ളത് വളരെ കൃത്യമായ കർശനമായ നിയമങ്ങൾ വരേണ്ടിയിരിക്കുന്നു. അങ്ങനെ വന്നില്ലെങ്കിൽ ഫേക്ക് അക്കൗണ്ടുകളിൽ കയറി ഇങ്ങനെയൊക്കെ കാണിക്കുന്നവർക്കെതിരെ ക്രിമിനൽ നടപടി എടുക്കണം. അങ്ങനെയൊക്കെ ചെയ്യാതിരിക്കുമ്പോൾ ദുർബലപ്പെടുന്നത് ജനാധിപത്യമാണ്, ജനപ്രതിനിധികളിൽ ജനങ്ങൾക്കുള്ള വിശ്വാസമാണ്. അങ്ങനെ ദുർബലപ്പെട്ടു പോയാൽ അത് രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയെയും സാമൂഹ്യഘടനയെയും രാഷ്ട്രീയ ഘടനയും ഒക്കെയാണ് ബാധിക്കുന്നത്. അതുകൊണ്ട് എത്ര പരാധീനതകളുണ്ടെങ്കിലും എത്ര ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും കരചരണാദികൾ അറ്റുപോയിട്ടുണ്ടെങ്കിലും ജനാധിപത്യത്തെ നമുക്ക് ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. കാരണം അതുമാത്രമാണ് ഇപ്പോൾ നമ്മളുള്ള ഏറ്റവും കരണീയമായ ഒരു രാഷ്ട്രീയ ആയുധം അല്ലെങ്കിൽ രാഷ്ട്രീയ മാർഗം എന്ന് പറയുന്നത് ജനാധിപത്യം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അതിനെ പൊളിക്കുന്ന നശിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ ഒരാളിൻ്റെ ഭാഗത്തുനിന്നും ഒരു നേതാവിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകാൻ പാടില്ല. നിർഭാഗ്യകരമാണ് പാലക്കാട് സംഭവങ്ങൾ, മണലൂരിലെ സംഭവങ്ങൾ. ഒരു കാരണവശാലും അതൊന്നും പ്രോത്സാഹിപ്പിക്കുവാൻ കഴിയുന്നതേ അല്ല.